ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മളെ ലാപ്ടോപ്പ്, പേഴ്സണൽ ലാപ്ടോപ്പ്, ഇതിലൊക്കെ നമ്മളേതായ കുറേ ഡാറ്റാസ് ഡെസ്ക്ടോപ്പിലൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ടാവാം. അത് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരെ ശ്രദ്ധയില്ലായ്മ കാരണം പലതും ഡിലീറ്റ് ആയി പോവാം. പിന്നീട് നമുക്ക് ഡാറ്റ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സെപ്പറേറ്റ് യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ ദിസ് പി സി എന്ന് പറഞ്ഞ ഐക്കൺ ഉണ്ടാവും. അതിൽ ജസ്റ്റ് മൗസ് സെലക്ട് ചെയ്തതിനു ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് 11 ആണെങ്കിൽ തൊട്ട് താഴോട്ട് പോയാൽ ഷോ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം. അല്ല വിൻഡോസ് 10 ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ വ്യൂ ആണ് കാണാം. ഈ വ്യൂവിൽ നമുക്ക് മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഈ പേജിൽ നമുക്ക് ഇവിടെ ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് കാണാം. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂസേഴ്സ് എന്ന് പറഞ്ഞ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് ആണ്. അപ്പം അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ പുതുതായിട്ട് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്തു. അവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ ഫുൾ ആയിട്ട് നെയിം നമുക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ യൂസർക്ക് പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കാം. കാരണം കുട്ടികളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ പാസ്വേഡ് ഞാൻ ജസ്റ്റ് 1 കൊടുത്തു. ഇവിടെ കൺഫേം കൊടുത്തു 1. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ടിക്ക് ഒഴിവാക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യു മസ്റ്റ് ചേഞ്ച് ദ പാസ്വേഡ് ദ നെക്സ്റ്റ് ലോഗിൻ. ഇത് നമ്മൾ ടിക്ക് ഒഴിവാക്കാണ് വേണ്ടത്. കാരണം ഇപ്പം കൊടുത്ത പാസ്വേഡ് പിന്നീട് നമ്മൾ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നെയും പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. അത് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ 1 എന്നുള്ള പാസ്വേഡ് തന്നെ കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ ടെസ്റ്റ് യൂസർ ക്രിയേറ്റ് ചെയ്തത് കാണാം. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ആ യൂസറിലേക്ക് ലോഗിൻ ചെയ്യാന്നല്ലേ, അത് നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഓൾറെഡി കാണാം, നമുക്കിവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ യൂസർ ലോഗിൻ ആയിട്ട് വന്നത് കാണാം. ജസ്റ്റ് ഇതിൽ നമുക്കിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത യൂസറെ കാണാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്ററിലാണ് ഓൾറെഡി ലോഗിൻ ചെയ്തത്. ഇത് എൻ്റെ യൂസറാണ്. അവ ജസ്റ്റ് അതിൽ അഡ്മിനിസ്ട്രേറ്ററിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള മൊത്തം യൂസേഴ്സിൻ്റെ ലിസ്റ്റും അവിടെ കാണിച്ചു തരും. അപ്പം അതിലേക്ക് ഇനി നമ്മൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണോ നമ്മളെ യൂസർ അതിലേക്ക് ടെസ്റ്റ് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗ് ഓഫ് ആയിട്ട് ഇപ്പം നിലവിലുള്ള യൂസറിൽ ലോഗ് ഓഫ് ആയിട്ടാണ് അടുത്ത യൂസറിലേക്ക് ലോഗിൻ ആവുന്നത്. അതായത് അടുത്ത യൂസർ എന്ന് പറയുന്നത് ടെസ്റ്റ് എന്ന് പറഞ്ഞ യൂസറിലേക്ക് ലോഗിൻ ആവുക. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം ടെസ്റ്റ് എന്ന് പറഞ്ഞ യൂസർ. എൻ്റെ കമ്പ്യൂട്ടറിലെ മൊത്തം യൂസർ ഇവിടെ ലിസ്റ്റഡ് ആയി കാണിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ടെസ്റ്റ് എന്ന് പറഞ്ഞ യൂസറാണ്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇവിടെ പാസ്വേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യേണ്ടത്. പാസ്വേഡ് 1 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ എയറോ മാർക്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആ യൂസറിലേക്ക് ലോഗിൻ ആയി. അപ്പോൾ നമ്മുടെ ഡാറ്റ, നമ്മുടെ യൂസറിലുള്ള ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പുതിയൊരാൾക്ക് പുതിയ യൂസർ കൊടുത്തുകൊണ്ട് നമ്മളെ ഡാറ്റാസിനെ സേഫ് ആക്കി വെക്കാം. ഓക്കെ, പുതിയ ലോഗിൻ യൂസറിലേക്ക് വന്നു. അതിനുശേഷം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് എന്ന് പറഞ്ഞ യൂസറിൽ തന്നെയാണ് വന്നിട്ട് ലോഗിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ കമ്പ്യൂട്ടറിൽ. അപ്പം ഇത് എല്ലാവരും ചെയ്തു നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.